നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ അവലോകന യോഗവും സമ്മാന വിതരണവും ആൽഫ തറവാട്ടിൽ നടന്നു. ക്യാമ്പയിൻ കമ്മിറ്റി കൺവീനർ ഇന്ദിരാ ശിവരാമന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ക്യാമ്പയിനിൽ പ്രഥമ സ്ഥാനത്ത് വന്ന സെന്ററിന് 25,000 രൂപയുടെ സമ്മാനം നൽകിയ ആൽഫയുടെ അഭ്യുദയകാംക്ഷി VS സുഗുണൻ മുഖ്യാതിഥിയായിരുന്നു. ജോയിന്റ് കൺവീനർമാരായ VJ തോംസൺ സ്വാഗതവും KA ഖദീജാബി റിപ്പോർട്ട് അവതരണവും നടത്തി. ക്യാമ്പയിനിൽ 33,50,000 രൂപയുടെ സ്പോൺസർഷിപ്പ് നേടി ഒന്നാമതെത്തിയ തൃശൂർ സെന്ററിന് 25,000 രൂപയും മെമന്റോയും VS സുഗുണൻ കൈമാറി. VS സുഗുണനെ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ സദസ്സിന് പരിചയപ്പെടുത്തി. അദ്ദേഹത്തെ ഗവേണിംഗ് കൗൺസിൽ കൺവീനർ KA ഖദീജാബിയും കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരനും ചേർന്ന് പൊന്നാടയണിയിച്ചു. ഒന്നാം സമ്മാനമായ മാരുതി വാഗണർ കാറിന് അർഹയായ പെരിഞ്ഞനം സ്വദേശിനി റംലത്ത് അബ്ദുൽ ഗഫൂറിന് പ്രതീകാത്മകമായി കാറിന്റെ താക്കോൽ മുഖ്യാതിഥി VS സുഗുണൻ കൈമാറി. 20 ലക്ഷം രൂപ നേടി രണ്ടാം സ്ഥാനത്തെത്തിയ ഇരിങ്ങാലക്കുട 15 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് നേടി മൂന്നാം സ്ഥാനത്തിന് അർഹരായ വെള്ളാങ്കല്ലൂർ, കൊടുങ്ങല്ലൂർ സെന്ററുകൾ എന്നിവർക്ക് മെമന്റോ നൽകി. തുടർന്ന് നടന്ന ചർച്ചയിൽ തോമസ് തോലത്ത്, CK സജീവ്, പ്രൊഫസർ വർഗീസ്, തിലകൻ CS, ശ്രീകുമാർ മേനോൻ, മെഹർബാൻ, പ്രതാപൻ മേനോ, സിദ്ദിഖ് മംഗല്യ, ബഷീർ പന്തൽ, സിസ്റ്റർ ജിനി, സിസ്റ്റർ ഷീജ, സിസ്റ്റർ സിന്ധു വിനയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആൽഫ സെന്ററുടെ ഭാരവാഹികൾ, ക്യാമ്പയിനിന് നേതൃത്വം കൊടുത്ത സ്റ്റാഫ് എന്നിവരെ ക്യാമ്പയിൻ കമ്മിറ്റി പ്രത്യേകം നന്ദി അറിയിച്ചു. രാമചന്ദ്രൻ പള്ളിയിൽ നന്ദി പറഞ്ഞു. ആൽഫ തിരുവല്ല സെന്ററിന്റെ നേതൃത്വത്തിൽ പരിചരണത്തിലുള്ള നിർധനരായ രോഗികൾക്ക് 14 പലചരക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. സെന്ററിലെ വോളണ്ടിയർ വിമല നായരാണ് കിറ്റുകൾ സ്പോൺസർ ചെയ്തത്. മകളുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് അവർ ഈ പുണ്യപ്രവൃത്തിയുമായി മുന്നോട്ട് വന്നത്. കിറ്റ് വിതരണ ചടങ്ങിൽ ആൽഫ തിരുവല്ല സെന്റർ സെക്രട്ടറി KS പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ്, സെൻട്രൽ കൗൺസിൽ മെമ്പർ ദീപ്തി നായർ, എബ്രഹാം ചെറിയാൻ, ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥി ആര്യ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്റ്റാഫ് നഴ്സുമാരായ പ്രിയങ്ക, ശ്രുതി, ശ്രീലക്ഷ്മി, ഫിസിയോതെറാപ്പിസ്റ്റ് ജൂഡി എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആൽഫ കുട്ടനാട് സെന്ററും ക്രാഫ്റ്റ് വിത്ത് കറേജ് സ്വയം സഹായ സംഘവും ചേർന്ന് വൃക്ഷത്തൈകൾ നട്ട് ആചരിച്ചു. ഫിസിയോതെറാപ്പിയിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പുനരധിവാസത്തിനായി രൂപീകരിച്ച CWCയുടെ നേതൃത്വത്തിൽ പ്രകൃതി സൗഹൃദ ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു. കവിതകളും ഗാനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്, സിമന്റ് ചാക്കുകൾ ഗ്രോ ബാഗുകളാക്കി പുനരുപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് ഫിസിയോ അസിസ്റ്റന്റ് ചക്രധർ പ്രദർശനം നടത്തി. തുടർന്ന് എല്ലാവർക്കും 2 ചാക്കുകൾ വീതം വിതരണം ചെയ്തു. പ്രസിഡന്റ് ചന്ദ്രമോഹൻ, സെക്രട്ടറി MG കൊച്ചുമോൻ, വൈസ് പ്രസിഡന്റ് അനിൽ വെറ്റിലക്കണ്ടം, മുൻ ട്രഷറർ മാത്യു സാർ, എക്സിക്യൂട്ടീവ് അംഗം സൂസൻ നാമ ടീച്ചർ എന്നിവർ സന്ദേശം നൽകി. സ്റ്റാഫ് അംഗങ്ങളും വോളണ്ടിയർമാരും കെയർ ഗീവർമാരും പരിപാടിക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആൽഫ പുനലൂർ സെന്റർ നടത്തിയ വൃക്ഷത്തൈ വിതരണം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും SMA രോഗികളുടെ കൂട്ടായ്മ മൈൻഡ് ട്രസ്റ്റിന്റെ കോഓർഡിനേറ്ററുമായ ലക്ഷ്മി R നായർ ഉദ്ഘാടനം ചെയ്തു. സെന്ററിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M സലീംകുട്ടി സ്വാഗതം ആശംസിച്ചു. ബാബുക്കുട്ടൻ, നജു, ഡോക്ടർ ഡോണി ഏബൽ, തോമസ് മാത്യു, അഷറഫുദ്ദീൻ കുഞ്ഞ്, ജെസ്സിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ട്രഷറർ ഗീത നന്ദി പറഞ്ഞു. ആൽഫ കൊല്ലം സെന്ററിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സെന്ററിന്റെ സേവനം നേടുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി വൃക്ഷത്തൈ വിതരണവും പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ലിസമ്മ പഞ്ഞിക്കാരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി KS മണി IAS ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അജോയ് ജോസ് സ്വാഗതം ആശംസിച്ചു. സെൻട്രൽ കൗൺസിൽ അംഗം ഷാജഹാനില്ലം, രക്ഷാധികാരി സലീം നാരായണൻ, ട്രഷറർ ഡോക്ടർ K അനിരുദ്ധൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ അക്ഷയ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയിംസ്, സിദ്ധാർത്ഥൻ, ഉഷാകുമാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി നന്ദി രേഖപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.